രഞ്ജിത്ത്, നമ്മൾ ഇപ്പോൾ നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിച്ചത് നിങ്ങളുടെ പുറകിൽ ആ കോടമഞ്ഞും ഒപ്പം മഴയും ഒക്കെ ആയിരുന്നു. കാരണം നമുക്കറിയാം, ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വയനാടൊക്കെ എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലമായിരുന്നു. അതിനുശേഷം ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ചെറിയൊരു പേടിയോട് കൂടി തന്നെയായിരുന്നു കണ്ടിരുന്നെങ്കിൽ പോലും നമ്മൾ അതിനെ വീണ്ടും വയനാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു യാത്രയിൽ ചേരുമ്പോൾ എന്താണ് നമ്മുടെ ഒരു പരിപാടി, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വാഹന റാലിയിൽ ഉടനീളം ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ഈ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട്, അതെന്താണെന്നും കൂടി പറഞ്ഞു വെക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഈ ലക്കടിയിൽ നിന്ന് വാഹന റാലിയായിട്ട് ആരംഭിക്കുന്നു. വാഹന റാലിക്ക് തൊട്ടു മുമ്പിൽ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം മുഴുനീളൻ നമുക്കൊപ്പം ലൈവ് സംപ്രേഷണവുമായി അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹത്തോടൊപ്പം വയനാട്ടിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അണിചേരും. വയനാട്ടിനെ കുറിച്ച് സംസാരിക്കാനുള്ള, വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. അതിന് പിറകിലായി ഈ യാത്രികർ പോലുള്ള, ബുള്ളറ്റ് റൈഡേഴ്സ് പോലുള്ള ക്ലബ്ബുകളുടെ റൈഡേഴ്സായ ആളുകൾ ബുള്ളറ്റുമായി, ബൈക്കുകളുമായി അണിചേരും. അതിന് പിറകിൽ ഓഫ് റോഡ് റൈഡേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ ഓഫ് റോഡ് റൈഡേഴ്സ് ആയിരുന്നു. അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ അവർ അണിചേരുന്നു. ഏകദേശം 70 കിലോമീറ്റർ ദൂരം നമ്മൾ ഈ ലക്കിടി, വൈത്തിരി, ചുണ്ടയിൽ, മേപ്പാടി, വടുവഞ്ചാൽ, അമ്പലവയൽ, ബത്തേരി, മീനങ്ങാടി, മുട്ടിൽ വഴി കൽപ്പറ്റയിൽ അവസാനിക്കും. അതിൽ വഴിനീളെ നമുക്ക് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകൾ നമുക്കൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്, റീബിൽഡ് വയനാട്. എന്താണ് അത് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അതിനുശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിമനോഹരമായ കാലാവസ്ഥയാണ്. അതിൽ ചെറിയ മഴയുണ്ട്, മഞ്ഞുണ്ട്. വയനാടിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, വയനാട് ഈ ദുരന്തത്തിനൊക്കെ ശേഷം ഒരു അതിജീവനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ അതിജീവനത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരൊക്കെ അവരുടെ ധനസഹായ പദ്ധതികളുമായി മുന്നോട്ട് വരും. പക്ഷേ ഇപ്പോഴും കേന്ദ്രം എത്രത്തോളം നമുക്ക് സഹായം നൽകുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറാണ്ടം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ അത്തരം സർക്കാർ നടപടി മുറ പോലെ എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ വയനാടിനെ മാറ്റിവെക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നെടുന്തൂടാണ് വയനാടെന്ന് പറയുന്നത്. വയനാടെന്ന് പറയുന്നത് കൃഷിയും വിനോദസഞ്ചാരവും ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ആ സമ്പദ് വ്യവസ്ഥ വയനാട്ടുകാരന് മാത്രം പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ തന്നെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന വയനാട് എന്ന് പറയുന്നത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് വയനാട്ടുകാരുടെ മാത്രം ആവശ്യമല്ല, മുഴുവൻ മലയാളികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക മലയാളികൾ ഒന്നടങ്കം നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇത്രയേറെ സഹായങ്ങൾ. നോക്കൂ, 23 ലോറികളിലായിട്ടാണ് ഈ ചുരം കയറി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഫർണിച്ചറുകൾ എത്താൻ പോകുന്നത്. അത് 100ഓളം വീടുകൾക്ക് കൊടുക്കുകയാണ് നമ്മൾ. അങ്ങനെ വണ്ടികൾ കൊടുക്കുന്നു. ഇത്തരത്തിലൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടർ TV അതിൻ്റെ മുൻകൈയിൽ നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മഹാറാലി സംഘടിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു മഹാറാലി സംഘടിപ്പിക്കേണ്ട ആവശ്യകത എന്ന് തോന്നാം. പക്ഷേ അത്തരത്തിലുള്ള നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയൊക്കെ സന്തോഷിപ്പിച്ച് ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കുടുംബത്തെ നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരൊക്കെ കഴിയുന്നുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷേ അവരെല്ലാവരും അതിജീവിക്കേണ്ടതുണ്ട്. അവരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ആ തിരിച്ചുവരവിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ആ ആലോചനയിൽ നിന്നാണ് റിപ്പോർട്ടർ TV ഇത്ര ശക്തമായൊരു മഹാറാലി അടക്കമുള്ള പരിപാടികൾ ഇന്നിപ്പോൾ വയനാട്ടിൽ സംഘടിപ്പിക്കുന്നത്. രഞ്ജിത്ത്, നോക്കൂ, എത്ര ആളുകളാണ് ഈ പരിപാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കടുത്ത മഞ്ഞുണ്ടായിട്ടും നമ്മുടെ ലൈവ് സംപ്രേഷണത്തിലേക്ക് പോവുകയാണ്. ഡോക്ടർ അരുൺകുമാർ അതിന് സജ്ജമായിട്ടുണ്ട്. റൈഡേഴ്സ് മുഴുവൻ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി.